യോഗത്തിന് അറിയിപ്പ് ആയിട്ടുള്ള നോട്ടീസ് പല അംഗങ്ങൾക്കും യഥാസമയത്ത് ലഭിക്കാത്തതുകൊണ്ട് അതിന്റെ മുകളിൽ കൂടിയാലോചനകൾ നടത്തേണ്ടതുകൊണ്ട് നേരത്തെ നോട്ടീസ് കിട്ടേണ്ടിയിരുന്നു. അതിന്റെ അജണ്ട നോട്ടീസ് ഞങ്ങൾക്ക് കിട്ടിയതുകൊണ്ട് അപ്പൊ അത് സമയം വൈകി കിട്ടിയതുകൊണ്ട് അതുപോലെ തന്നെ ഇന്ന് വെള്ളിയാഴ്ചയാണ് 10-15 വളരെ സീരിയസ് ആയി ഒരുപാട് നേരം ചർച്ച ചെയ്യേണ്ട അജണ്ടകളുള്ളതുകൊണ്ട് ഈ കൗൺസിൽ യോഗം കൂടിയിട്ട് അതിന്റെ അജണ്ടകൾ മാറ്റിവെക്കണം, ഈ യോഗം പിന്നീട് ഒരു ദിവസത്തേക്ക് മാറ്റിവെക്കണമെന്ന് ഞങ്ങൾ മാന്യമായി ചെയർമാന്റെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. അതിൽ ഭൂരിപക്ഷം കൗൺസിലർമാരും ആ തീരുമാനമായി മുന്നോട്ട് പോകുമ്പോൾ ചെയർമാൻ ഏകപക്ഷീയമായി ആ നിലവിലുള്ള അജണ്ടകളൊക്കെ ചർച്ച കൂടാതെ പാസാക്കി എന്ന് പറഞ്ഞ് രണ്ടാൾ കൈയടിച്ച് പാസാക്കി തിരിഞ്ഞിട്ടാണ്. മാത്രമല്ല ഞങ്ങൾ യോഗം തുടങ്ങി പിന്നെ കൗൺസിൽ ഹാളിൽ ഒപ്പിടാൻ വേണ്ടിയിട്ട് മിനിറ്റ്സ് ബുക്ക് നോക്കുമ്പോൾ അത് ഞങ്ങൾ കൈയ്യിട്ടിട്ടുണ്ട്. അതിനിടയ്ക്ക് യോഗം പിരിച്ചുവിട്ടു എന്ന് ചെയർമാൻ കണ്ടു. ഞങ്ങൾ ഉടനെ തന്നെ മിനിറ്റ്സിൽ ഒപ്പുവെക്കാൻ വേണ്ടി വരുമ്പോൾ കൗൺസിൽ സെക്രട്ടറി അത് പിടിച്ചു വെച്ച് കൊണ്ടുപോയി. അപ്പൊ ഞങ്ങളെ കൗൺസിൽ യോഗത്തിലേക്ക് വിളിച്ചു വരുത്തി അപമാനിക്കുന്നത് സംഗതി. മാത്രമല്ല ഉത്തരവാദിത്തപ്പെട്ട സെക്രട്ടറി ആ മിനിറ്റ്സിൽ ഒപ്പുവെക്കാനുള്ള സൗകര്യം അയാൾ ചെയ്തു തരേണ്ട ഉത്തരവാദിത്തം സെക്രട്ടറി നിറവേറ്റില്ല. സെക്രട്ടറി ഞങ്ങളെ ഒപ്പിടുന്നത് എതിർക്കുകയാണ് ചെയ്ത് മിനിറ്റ്സ് അതുകൊണ്ട് ശക്തമായി ഞങ്ങൾ അതിൽ പ്രതിഷേധിക്കുന്നു. മാത്രമല്ല ഈ നടപടിയിൽ പ്രതിഷേധിച്ച് തുടർ നടപടികൾ എനിക്ക് പരാതികൾ ബന്ധപ്പെട്ട അധികാരികൾക്ക് സെക്രട്ടറിക്കെതിരെ ഇവിടെ ഈ നടന്ന യോഗത്തിൽ ചർച്ചകളില്ലാതെ അജണ്ടകൾ ഏകപക്ഷീയമായി അജണ്ടകൾ പാസാക്കുന്നതിന് ഞങ്ങൾ മേൽ ഉദ്യോഗസ്ഥർക്ക് പരാതികൾ ബോധിപ്പിക്കുന്നു. ലീഗ് അങ്ങനെ ബഹിഷ്കരിക്കുന്നില്ല. ഇന്നത്തെ കൗൺസിലിന്റെ കാര്യങ്ങൾ അങ്ങനത്തെ പരിപാടി കൂടിയാലോചന തീരുമാനം കാര്യങ്ങളത്തിൽ പ്രഖ്യാപിക്കും. തുടർന്ന് വരുന്ന ബോർഡുകളിൽ ഈ വിഷയം ഉന്നയിച്ച് വിട്ടുനിൽക്കുന്ന മനോഭാവത്തിൽ ലീഗ് ഇല്ലെങ്കിൽ തന്നെ ഞങ്ങൾ കൗൺസിൽ യോഗത്തിൽ ഞങ്ങൾക്ക് സംഘടനാപരമായി UDF-നിടയിൽ ചില പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കേണ്ടതുണ്ട്. അത് തീർക്കാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ സ്വന്തമായ നിലപാടിൽ കൂടി അതിന്റെ ഭാഗമായിട്ടല്ല ഇന്ന് മാന്യമായിട്ടുള്ള ഒരു പിന്നെ കാര്യമാണ് ഞങ്ങൾ അവിടെ അവതരിപ്പിച്ചത്. ഞങ്ങൾ ആദ്യം തന്നെ വെള്ളിയാഴ്ച യോഗം വെക്കാറില്ല എന്നുള്ള ഞങ്ങളൊരു പിന്നെ ഒരു മുദ്യാലോചനയുടെ ധാരണ മുൻധാരണ ഉണ്ടായിരുന്നു. അത് തെറ്റിച്ചുകൊണ്ടാണ് ഇന്ന് വെള്ളിയാഴ്ച ചെയർമാൻ ബോർഡ് തീരുമാനങ്ങൾ വെച്ചത്, അജണ്ട വെച്ചത്, യോഗം വെച്ചത്. ഈ യോഗം ഞങ്ങൾ 10-15 അജണ്ട സീരിയസ് ആയി വളരെ നേരം ചർച്ച ചെയ്യേണ്ട അജണ്ടകളിൽ നിന്നുകൊണ്ട് പള്ളിയിൽ പോകാൻ മുസ്ലിങ്ങളായിട്ടുള്ള പല ആളുകൾക്കും ബുദ്ധിമുട്ടുകളുണ്ട്. ഈ യോഗം പിറ്റേ ഒരു ദിവസം മാറ്റി വെക്കാൻ വേണ്ടി മാന്യമായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. മാത്രമല്ല കൗൺസിലിനുള്ള യോഗ നോട്ടീസുകൾ യഥാസമയം വിതരണം ചെയ്തിട്ടില്ല. പല കൗൺസിൽ അംഗങ്ങൾക്ക് വൈകിട്ടാണ് ഈ നോട്ടീസ്. അതുകൊണ്ട് തന്നെ ഈ യോഗം മാറ്റിവെക്കൽ നിയമപ്രകാരം തന്നെ മാറ്റിവെക്കുന്നതാണ്. മാത്രമല്ല കൗൺസിൽ യോഗത്തിൽ ബന്ധപ്പെട്ട കൗൺസിൽ അംഗങ്ങൾക്ക് ആ മിനിറ്റ്സിൽ ഒപ്പുവെക്കേണ്ട അവരുടെ അധികാരമാണ്. അത് അധികാരം ഉപയോഗപ്പെടുത്താൻ സമ്മതിക്കാത്ത സെക്രട്ടറിയുടെ നടപടി പ്രതിഷേധിച്ചാണ് ഇക്കാര്യപരമായ നടപടി പ്രതിഷേധിച്ചാണ് ഈ ശബ്ദം ഉയർത്തിയത്. മാത്രമല്ല സെക്രട്ടറിക്കെതിരെ ഞങ്ങൾ 3 ദിവസം മുന്നേ മിനിമം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ എനിക്ക് 2 ദിവസം മുന്നേ 1 ദിവസം മുന്നേ പല അംഗങ്ങൾക്കും വൈകിട്ടാണ്. നിങ്ങളിപ്പോ നിയോജനക്കുറിപ്പ് കൊടുത്തല്ലോ, അതിപ്പോ എങ്ങനെയാണ് നിങ്ങൾക്ക് മിനിറ്റ്സിൽ ഒപ്പിടാത്ത യോഗത്തിൽ പങ്കെടുക്കാൻ വിയോജിപ്പ് അവിടെ രേഖപ്പെടുത്താൻ കഴിയരുത്. അതിന് മുൻകൂട്ടി ചെയർമാൻ യോഗം കൂടുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു വിഷയം തർക്ക വിഷയം ആദ്യമായിട്ട് തന്നെ തീരുമാനിച്ചത് മിനിറ്റ്സിൽ ഒപ്പിടരുതെന്നും പിന്നെ മിനിറ്റ്സ് ഒപ്പിടില്ലാന്ന് ഒരിക്കലും ഒരു കൗൺസിലറും അവിടെ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഒപ്പിടാൻ അനുവദിച്ചില്ല. അത് ഈ ഭൂരിപക്ഷ കൗൺസിലർമാർ നേരെ പകുതിയിൽ അധികം ഇന്നത്തെ ബോർഡ് വേണ്ട എന്ന് നിർബന്ധ ബുദ്ധിയുള്ള ആളുകൾ തന്നെയാണ്. ആ അഭിപ്രായമുള്ള ആളുകളെ വികാരം മാനിക്കാതെ ഭൂരിപക്ഷമില്ലാത്ത ഒരു ബോർഡ് ചെയർമാൻ ഇന്ന് തീരുമാനമെടുക്കും. അത് ജനാധിപത്യ വിരുദ്ധമാണ്, പഞ്ചായത്ത് മുനിസിപ്പൽ ആക്ടിന് വിരുദ്ധവുമാണ്. ഭൂരിപക്ഷ തീരുമാനം അല്ല, ഇന്ന് പങ്കെടുത്ത കൗൺസിലർമാരിൽ ഭൂരിപക്ഷം ആളുകൾ പങ്കെടുത്ത പകുതിയിൽ അധികം ആളുകൾ ഇന്ന് യോഗം വേണ്ട എന്ന് നിർബന്ധമുള്ള ആളുകളാണ്. ആ ആളുകളുടെ വികാരം മാനിക്കാതെ ഭൂരിപക്ഷമില്ലാത്ത ചെയർമാൻ ഏകാധിപത്യപരമായി തീരുമാനിച്ചു. 2 ആൾക്കാർ കൈയടിച്ചു. ഞങ്ങൾ 10-16 പേര്
കൈയടിച്ചിട്ട് ഇന്ന് വേണ്ട വേണ്ട എന്ന തീരുമാനത്തിലൊക്കെ ഡിസൈനിലോട്ട് കൈയടിച്ച് എതിർത്തപ്പോ ചെയർമാൻ പറയുന്ന കാര്യങ്ങൾക്ക് 2 കൗൺസിലർമാർ അനുകൂലിച്ച് മാത്രമാണ് കൈയടിച്ചിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾ പറയാനുള്ളത് ഇന്നത്തെ കൗൺസിലർമാരിൽ നിന്ന് വോട്ടെടുപ്പ് നടത്തി ഫസ്റ്റ് പറഞ്ഞ ഡിമാൻഡ് അതാ, ഇന്ന് വന്ന ഹാജരായ കൗൺസിലർമാരിൽ നിന്നും വോട്ടെടുപ്പ് നടത്തി ഇന്ന് ബോർഡ് വേണോ വേണ്ടേ എന്നുള്ള തീരുമാനം എടുത്തതിന് ശേഷം മാത്രമേ തുറന്നു പോകാൻ പാടുള്ളൂ. അതാണ് ഞങ്ങൾ ഡിമാൻഡ്. ഫസ്റ്റ് ഡിമാൻഡ് അതാണ്. ഭൂരിപക്ഷം പറഞ്ഞോട് ആവശ്യപ്പെട്ടിരുന്നാൽ ഏകപക്ഷീയമായി രണ്ടാമത് കൈയടിച്ച് പാസാക്കി അതൊക്കെ വീഡിയോ തെളിവാണ്. ഞങ്ങൾ തെളിവെടുത്തിട്ടുണ്ട്. ഞങ്ങളതിന് തെളിവുണ്ട് വീഡിയോ. ദൃശ്യം വലുതായിട്ട് എതിർപ്പ് താഴ്ത്തിയത്. ഇന്നത്തെ തെളിവ് അറിയാം. എത്ര ആൾക്കാർ കൈയടിച്ചു, എത്ര ആൾക്കാർ ഞങ്ങളുടെ കമ്പനിയിലേക്ക് ആ മിനിറ്റ്സ് എത്തിയിട്ടുണ്ടോ എന്നും നിങ്ങളെ ദൃശ്യമാധ്യമങ്ങളുടെ ക്യാമറയിൽ മുന്നിൽ വ്യക്തമായി കാണാവുന്നതാണ്. ഞങ്ങൾ ഇന്ന് കൗൺസിലിൽ പങ്കെടുത്തതിന്റെ തെളിവ് നിങ്ങളെ ഇല്ലെന്നുണ്ട്. എന്തുകൊണ്ട് ഞങ്ങൾക്ക് മുനിസിപ്പലിൽ ഒപ്പിടാൻ അവസരം തന്നില്ല എന്നുള്ളത് ഞങ്ങൾ വാക്കും